തിങ്ങിക്കൂടി ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവർക്കും ഒരൊറ്റ വികാരം, എല്ലാവർക്കും ഒരൊറ്റ പേര്, എല്ലാവർക്കും ഒരൊറ്റ ഓർമ്മ. അത് VS എന്ന രണ്ടക്ഷരം കൂടിയാണ്. എത്രമേൽ വലിയ ചരിത്രത്തിന് സാക്ഷിയായ മനുഷ്യൻ കൂടിയാണ്. നമ്മുടെ ഇന്ത്യ എന്ന ഈ മഹത്തായ രാജ്യം അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വെമ്പൽ കൊള്ളുന്ന കാലത്ത് ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പോരാട്ടങ്ങൾക്കൊപ്പം VS അച്യുതാനന്ദൻ എന്ന ഈ മനുഷ്യനുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം കൗമാരക്കാരൻ മാത്രമായിരുന്നു. പിന്നീട് കേരളത്തിന് വേണ്ടിയുള്ള പോരാട്ടം, ഐക്യ കേരളം പണിതെടുക്കുന്നതിൽ VSനെ പോലെയുള്ള നിരവധിയായ ആളുകൾ നൽകിയ സംഭാവനകളുണ്ട്. അങ്ങനെ ആ പോരാട്ടത്തിലും നമ്മൾ VS എന്ന യുവാവിനെ കാണുകയാണ്. പിന്നീടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപപ്പെടൽ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ രൂപപ്പെടലിൽ ജീവിച്ചിരുന്ന ഒരേ ഒരു നേതാവ്. അവർ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് VS സഖാവിനെ മറക്കാൻ കഴിയില്ല. അനശ്വരനായ സഖാവ് VS അനശ്വരനാണ്. VS നാടിനു വേണ്ടി ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ, VS നടത്തിയ പോരാട്ടങ്ങൾ, അഴിമതിക്കെതിരെയും അനീതികൾക്കെതിരെയൊക്കെ നടത്തിയുള്ള സമരവും പോരാട്ടവും, പാവപ്പെട്ടവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നടത്തിയുള്ള പോരാട്ടങ്ങൾ, സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി നടത്തിയുള്ള പോരാട്ടങ്ങൾ എല്ലാമാണ് VSനെ കാത്തിവിടെ നിൽക്കാനുള്ള പ്രേരിപ്പിച്ചിട്ടുള്ളത്. കുടുംബമാണെന്ന് തോന്നുന്നു. അതെ അതെ, സഖാവും VSനെ കാത്തു നിൽക്കുകയാണ്. ഇത്രയധികം പ്രതീക്ഷ, ഇത്രയധികം കാത്തു നിൽക്കാൻ കാരണം ജനങ്ങളുടെ നേതാവാണ്. ജനസമൂഹം കാണുമ്പോൾ തന്നെ മനസ്സിലേക്കുന്ന നേതാവ്. നമുക്ക് കാണാം ആളുകളുടെ വാക്കുകൾ ഇടരുകയാണ് VSനെ പറ്റി പറയുമ്പോൾ. ധാരാളം ആളുകളാണ് VSനെ കാത്തു നിൽക്കുന്ന കാഴ്ച. എല്ലാവർക്കും VSന് ഒരു നോക്കുന്ന കാണണമെന്ന് ആഗ്രഹമാണ്. VSനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മണിക്കൂറുകൊണ്ട് കാത്തിരിക്കുകയാണ്. മണിക്കൂറുകൊണ്ട് മടങ്ങുള്ളൂ. അത്രമേൽ പ്രിയപ്പെട്ട നെഞ്ചിടിപ്പോടെ പറയാം. VSനെ നെഞ്ചെടുപ്പോടെ അവർ പറയുകയാണ്. VS എന്ന നേതാവിനെ, VSനെ എങ്ങനെയാണ് നിങ്ങളൊക്കെ നോക്കിക്കാണുന്നത്? ഒരു കറകളഞ്ഞ ധീരനായ കമ്മ്യൂണിസ്റ്റ് അങ്ങനെയാണ് അതുപോലെ കറകളഞ്ഞ ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്നാണ് VSനെ ഈ ആളുകൾ അഭിസംബോധന ചെയ്യുന്നത്. അതെ, ജനങ്ങൾക്ക് ഇപ്പോഴും മനസ്സിൽ ഒരു റോസാപ്പൂവായി നിൽക്കുന്ന ഒരു കൊച്ചു കുട്ടിയെ കാണാൻ സാധിക്കും. കുടുംബമായി നിൽക്കുകയാണ് ആളുകൾ, അല്ലേ? നിൽക്കുകയാണ്. എന്താണ് VSനോട് നിങ്ങൾക്ക് ഇത്രയും സ്നേഹത്തിന് കാരണം? ചെറുപ്പം തൊട്ടേ ഇഷ്ടമാണ്. അതെ അതെ, ചെറുപ്പം തൊട്ടേ ഇഷ്ടമാണ്. ഞങ്ങളുടെ പ്രായക്കാർ ഇവിടെ വരാമെങ്കിൽ VSൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയത് നമുക്കത് മറക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും അത് തന്നെയാണ് അവരുടെ പ്രായത്തിൽ, യുവാക്കൾ, ഈ പുതിയ തലമുറ VSനായി കാത്തു നിൽക്കുന്നത് തന്നെയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് വഴിയോരങ്ങൾ, പാതയോരങ്ങളിൽ VSനായി കാത്തു നിൽക്കുന്ന ഏറ്റവും പുതിയ തലമുറയിലെ ആളുകൾ എല്ലാവരും VSനായി കാത്തു നിൽക്കുകയാണ്. VSന് അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി അവർക്ക് കാത്തു നിൽക്കാതിരിക്കാനാവില്ല. അത്രമേൽ പ്രിയപ്പെട്ട VS ആണ് അവർക്ക്. VSനായി നിങ്ങൾ കാത്തു, VSനെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. എന്തുകൊണ്ടാണ് VSനെ അങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം? VS ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ കേരളം ഇല്ല ഇവിടെ. അപ്പം അദ്ദേഹത്തെ പോലെ ഒരു അധികായൻ നമ്മൾ വേർപിരിഞ്ഞു പോകുന്നത് ഏതൊരു കമ്മ്യൂണിസ്റ്റും ഏതൊരു മലയാളിക്കും ഏറ്റവും ഒരു വലിയൊരു വിടവ് തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ. എന്ന രാഷ്ട്രീയ നേതാവിന്റെ വിടവാങ്ങൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാത്രമല്ല സമൂഹത്തിനാകെ വിടവായിരിക്കും സൃഷ്ടിക്കുക എന്നാണ് കാത്തുനിന്ന ആളുകൾ പറഞ്ഞത്. ആ പല ആളുകളും ഒരുപക്ഷെ CPMന്റെ അനുഭാവികളോ CPMO ആരോ അല്ല. പല ആളുകളും സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയമായ വിയോജിപ്പുകൾ നിലനിർത്തുമ്പോഴും VS എന്ന മനുഷ്യനെ മറക്കാനാവില്ല. VS എന്ന മനുഷ്യനെ വേണ്ടി കാത്തു നിൽക്കുകയാണ്. തിരുവനന്തപുരത്തിന്റെ പാതയോരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. VSനായി കാത്തു നിൽക്കുന്ന യുവത്വത്തെ കാണാൻ സാധിക്കും. ഈ നിൽക്കുന്ന പല ആളുകളും VS എന്ന നേതാവിന്റെ ആ പ്രതാപ അല്ലെങ്കിൽ VSന്റെ സജീവ രാഷ്ട്രീയ കാലഘട്ടത്തിൽ അവരുടെ രാഷ്ട്രീയ അറിവുകൾ ഇല്ലാത്തൊരു കാലമായിരിക്കാം. പക്ഷെ വായിച്ചും കേട്ടുമറിഞ്ഞ VS എന്ന ജനനായകനെ കാത്തു നിൽക്കുന്ന വലിയൊരു തലമുറ, അത് കൊച്ചു കുട്ടികളുമായി ഒത്താണ് പലരും നിൽക്കുന്നത്. കുട്ടികളുമായി ഒത്തു കാത്തു നിൽക്കുമ്പോഴും മുഷിപ്പില്ല, അവർ കാത്തു നിൽക്കുകയാണ്, അല്ലെ? കുഞ്ഞായി നിൽക്കുകയാണ് മണിക്കൂറുകളായി. അതുപോലെ ഇഷ്ടമാണോ? അതെ, ഇഷ്ടമാണ്. അദ്ദേഹത്തെ ആർക്കാണ് പാർട്ടി നോക്കാതെ എല്ലാവർക്കും ഇഷ്ടമുള്ള ആളല്ലേ. അത്ര നല്ല വ്യക്തിത്വം അല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് ജീവിക്കാൻ പറ്റി എന്നുള്ളത് തന്നെ ഒരു സന്തോഷമാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയത് അവരുടെ ഭാഗ്യമെന്നാണ് പുതിയ തലമുറ പറയുന്നത്. പുതിയ തലമുറയിലെ ആളുകൾ മാത്രമല്ല, വയോധികരായ ആളുകൾ VSനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഒരു അമ്മ നിൽക്കുന്നുണ്ട്. അമ്മ VSനെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. എന്താണ് VSനെ കാണാൻ ഇത്ര ആഗ്രഹത്തോടെ നിൽക്കാൻ കാരണം? നല്ലൊരു നേതാവാണ്, നമ്മളെ അച്ഛൻ്റെ തുല്യമായത്.
അച്ഛൻ്റെ തുല്യമായ ഈ അമ്മയ്ക്ക് അച്ഛന്റെ തുല്യമാണ് വി എസ് എന്നാണ് പറയുന്നത്. അവരുടെ മകനാണെന്ന് തോന്നില്ലേ? അങ്ങനെയാണ് വി എസിന് നല്ലൊരു നേതാവാണ്. അത് കാണാൻ വേണ്ടി വന്നിരിക്കും. തീർച്ചയായിട്ടും നല്ലൊരു നേതാവാണ്. ഒരാൾ പറഞ്ഞ പിതൃതുല്യനായി വി എസിനെ കാണുമ്പോൾ നല്ലൊരു നേതാവിനെ കാണാതിരിക്കാനാവില്ലെന്നാണ് മറ്റു ചില ആളുകൾ പറയുന്നത്. അങ്ങനെ ഈ വാഹനത്തിന് കടന്നു വരാൻ പറ്റാത്തത്ര ആളുകൾ തിങ്ങി നിറയുന്ന ഒരു കാഴ്ചയാണ് വി എസിനെ എങ്ങനെയാണ് നിങ്ങളെല്ലാം ഓർത്തെടുക്കുന്നത്? ഞങ്ങളൊരു 90കളിൽ ഏകദേശം 2010 വരെയുള്ള കാലയളവിലെ കേരളീയ യുവത്വത്തിൻ്റെ ഒരു സമര പോരാട്ടത്തിൻ്റെ മുഖമായിരുന്നു ഇസ്ലാം. അനീതിക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം നടത്തണമെന്നുള്ള ചിന്ത കേരളത്തിലെ യുവത്വങ്ങളുടെ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ മനസ്സിലേക്ക് എത്തിക്കുന്നതിൽ വി എസ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഞങ്ങൾ ആലപ്പുഴക്കാരാണ്. ആലപ്പുഴയിലെ പ്രസ്ഥാനത്തെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ ഏറ്റവും അധികം പങ്കുവഹിച്ച കേരളത്തിലെ ഏറ്റവും ശക്തനായ നേതാക്കളിൽ ഒരാളാണ് വി എസ്. വി എസിൻ്റെ നഷ്ടം നികത്താനാവാത്ത നഷ്ടമാണ്. വി എസിൻ്റെ നഷ്ടം നികത്താനാവാത്ത നഷ്ടം. 90കളുടെ യുവത്വത്തെ ത്രസിപ്പിച്ച നേതാവെന്ന് വി എസ് എന്ന് പറഞ്ഞു. 90കളുടെ മാത്രമല്ല, 2000 ജനിച്ച വിദ്യാർത്ഥികളും 2000 ജനിച്ച പുതിയ കൗമാരപ്രായക്കാർക്കും വി എസ് പ്രിയപ്പെട്ടവനാണ്. നമ്മൾ ഇന്നലെയും ഇന്നും രാവിലെയൊക്കെ വി എസിൻ്റെ സമര പോരാട്ടത്തെ പറ്റി പറഞ്ഞു. 1946 പുന്നപ്ര വയലാറുമായി സമരവുമായി ബന്ധപ്പെട്ട് വി എസ് കോട്ടയം ജില്ലയിൽ ഒളിവിൽ താമസിക്കുമ്പോൾ ഇടിയനായ SI നാരായണപിള്ള ഇസൈ മർദ്ദിച്ചവശനാക്കി മരിച്ചുവെന്ന് കരുതിയ വി എസ് അവിടെ നിന്ന് പോരാട്ട വീര്യത്തോടെ തിരിച്ചു വന്ന വി എസ് പിന്നീട് കേരളം കണ്ട ഏറ്റവും വലിയ പോരാളിയായ വി എസിനെയായിരുന്നു. ആ പോരാട്ട വീര്യമാണ്, ആ വി എസിനെയാണ് നാടൊന്നാകെ സ്നേഹിക്കുന്നത്. ആ വി എസിനായിട്ടാണ് നാടൊന്നാകെ കാത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും MLA ആയും പാർട്ടി സെക്രട്ടറിയായും നാടിനെയാകെ നയിച്ച വി എസിനെ കാത്ത് കൊച്ചുകുട്ടികളുമായൊക്കെയായിട്ടാണ് പല ആളുകളും കാത്തു നിൽക്കുന്ന വി എസിനെ അവസാനമായി ഒന്ന് കാണുവാൻ വി എസിനെ കാത്തു നിൽക്കുകയാണല്ലേ? അതെ. അത്രമേൽ ഇഷ്ടമാണോ വി എസ് നേതാവിനെ? വി എസ് അല്ലേ, ഒരുപാട് ഇഷ്ടമാണ്. കൃഷിയായിട്ടൊക്കെ വന്നിരിക്കുന്നത് എന്തായാലും കണ്ടേ മടങ്ങുന്നുള്ള ഇത് ഉറപ്പായിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞു കാണും. കുറച്ചു നേരമായി എത്തിയിട്ട്. വി എസിനായി കാത്തു നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. പല തലമുറയിൽപ്പെട്ട ആളുകളാണ് വി എസിനായി കാത്തു നിൽക്കുന്നത്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് വി എസിനെ ഓർത്തെടുക്കുന്നത്? LDFന്റെ ഒരു ഇതായോണ്ട്, മിനിസ്റ്റർ ആയോണ്ട് ഇഷ്ടമാണത്രേ. ഇഷ്ടമാണ്. നമുക്കിപ്പോഴും വി എസിന്റെ ഈ വിലാപയാത്രയുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ പാലക്കാട് മരണമില്ല, കണ്ണേ കരളേ വി എസ്, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ, നീതിക്കായി പോരാടിയ 2 പതിറ്റാണ്ടോളം വി എസ് മലമ്പുഴ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആ മലമ്പുഴ മണ്ഡലത്തിലെ സഖാക്കളാണ് ഇപ്പോൾ രാവിലെ മുതൽ തന്നെ വി എസിന്റെ വീട്ടിൽ നിന്ന് തുടങ്ങിയ വിലാപയാത്രയിൽ പങ്കാളികളാകുന്നത്. ഇപ്പോഴും അവരുടെ ആവേശം കെട്ടടങ്ങുന്നില്ല. വിപ്ലവ സൂര്യൻ വി എസിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവർ ഇപ്പോഴും ഈ വാഹനത്തിനൊപ്പം നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ പാതയോരങ്ങളിലൊക്കെ ഒട്ടനവധി ആളുകൾ നിൽക്കുകയാണ്, വി എസിനായി കാത്തു നിൽക്കുകയാണ്. ഞങ്ങളിലൊഴുകും ചോരയിലൂടെ നമ്മുടെ വി എസ് ജീവിക്കുന്നു, നമ്മുടെ വി എസ് ജീവിക്കുന്നു.